സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിനെ വിറപ്പിച്ച് ഹോർമൂസിൽ കടുത്ത നീക്കവുമായി ഇറാൻ 2 കപ്പലുകൾ പിടിച്ചെടുത്തു. ട്രംപിന്റെ അനിശ്ചിതകാല വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ കനത്ത തിരിച്ചടി. ഇത് ട്രംപിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ട്രംപിന്റെ ഹോർമൂസ് ഉപരോധത്തെ തകർത്ത് ഇറാൻ എണ്ണ വിൽപ്പന കുത്തനെ കൂട്ടിയെന്ന ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഇതും ട്രംപിന് നാണക്കേടാണ്. അതായത് ഹോർമൂസിൽ ഇറാൻ കൃത്യമായ ആധിപത്യം പുലർത്തുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കപ്പൽ പിടിച്ചെടുത്ത നടപടിയിലൂടെ സംഘർഷത്തിൽ ഇറാൻ വീണ്ടും മേൽക്കൈ നേടുകയും ചെയ്തു. ട്രംപ് അനിശ്ചിതകാലത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയത്. തങ്ങൾ വെടിനിർത്തൽ നീട്ടാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഹോർമൂസിൽ അമേരിക്ക തുടരുന്ന ഉപരോധം യഥാർത്ഥത്തിൽ യുദ്ധം തന്നെയാണ് എന്നുമാണ് ഇറാന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വെടിനിർത്തലിനെ ഇറാൻ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതായത് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തം. ഇതോടെ സത്യത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ട്രംപാണ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കും, അമേരിക്കൻ സേന എന്തിനും സജ്ജം എന്നൊക്കെ വീമ്പ് പറഞ്ഞ ട്രംപാണ് അവസാന നിമിഷം യു-ടേൺ അടിച്ച് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നത്. കടുത്ത സമ്മർദ്ദത്തിനും ഭീഷണിക്കും ഇറാൻ വഴങ്ങുമെന്ന ട്രംപിന്റെ ധാരണയാണ് ഹോർമൂസ് കടലിടുക്കിൽ മുങ്ങിപ്പോയത്. അതായത് ഇറാന്റെ കാര്യത്തിൽ ട്രംപിന് വീണ്ടും തെറ്റുപറ്റിയെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ഇറാൻ ആഞ്ഞടിക്കുന്ന പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. 3 കാര്യങ്ങളാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത്. 1, ഇറാന്റെ പുതിയ നീക്കങ്ങൾ. 2, അമേരിക്കൻ ഉപരോധത്തെ ഇറാൻ വിജയകരമായി എങ്ങനെ മറികടക്കുന്നു എന്ന ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട്. 3, ട്രംപ് ഇനി എന്ത് ചെയ്യും എന്ന കാര്യം. സംഘർഷം തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഇല്ലാത്ത നീക്കമാണ് ഇറാൻ ഹോർമൂസിൽ നടത്തുന്നത്. ഹോർമൂസിലെ അമേരിക്കൻ ഉപരോധം പിൻവലിക്കാതെ ഹോർമൂസ് വഴി കപ്പലുകളെ കടത്തിവിടില്ല എന്നുള്ള ഇറാന്റെ ഉറച്ച നിലപാടാണ് ഈ നടപടിയുടെ പിന്നിലുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് ഇതാദ്യമാണ്. കടൽ നിയമം ലംഘിച്ചതിനാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നും അവയെ ഇറാൻ തീരത്തേക്ക് മാറ്റിയെന്നും റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇറാൻ പിടിച്ചെടുത്തത് അടക്കമുള്ള 3 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതായി ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. MSC ഫ്രാൻസെസ്ക, MV എപ്പാമിനോണ്ടസ് എന്നീ കപ്പലുകളെയാണ് ഇറാൻ പിടിച്ചെടുത്തത്. ഇതിൽ MSC ഫ്രാൻസെസ്ക പനാമ പതാകയുള്ള കപ്പലാണ്. രണ്ടാമത്തെ കപ്പലായ MV എപ്പാമിനോണ്ടസ് ലൈബീരിയൻ പതാകയുള്ള കപ്പലാണ്. 2 കപ്പലും ഗ്രീക്ക് കമ്പനിയായ ടെക്നോമാർ ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലുകളാണ് എന്നാണ് സൂചന. ഈ 2 കപ്പലുകളെ വെടിവെച്ച് വരുതിയിലാക്കിയതിന് ശേഷമാണ് എഞ്ചിൻ റൂമിൽ കയറി ഇറാൻ ഇതിനെ പിടിച്ചെടുത്തത്. മുന്നറിയിപ്പില്ലാതെ ഇറാന്റെ ഗൺബോട്ടുകൾ കപ്പലുകളെ സമീപിക്കുകയും തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഒമാന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചാണ് ഇറാന്റെ ഈ കടുത്ത നീക്കമുണ്ടായത്. ആക്രമണം കഠിനമായിരുന്നുവെങ്കിലും കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. മറ്റൊരു കപ്പൽ, അതായത് 3ാമത്തെ കപ്പൽ, അതിൻ്റെ പേര് യുഫോറിയ എന്നാണ്. ഈ കപ്പലും ടെക്നോമാർ ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. പനാമ പതാകയുള്ള ഈ കപ്പൽ ഇറാൻ സേനയുടെ ആക്രമണത്തിൽ തകരാറിലാവുകയും, അതായത് എഞ്ചിൻ റൂം തകരാറിലാവുകയും ഇറാൻ തീരത്ത് കുടുങ്ങിക്കിടക്കുകയുമാണ് എന്നാണ് റിപ്പോർട്ട്. അനുമതിയില്ലാതെ ഹോർമൂസിലൂടെ സഞ്ചരിച്ചു എന്നും കപ്പലുകളുടെ ട്രാക്കിംഗ് സംവിധാനങ്ങളിൽ മാറ്റം വരുത്തി അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചു എന്നുമാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത്. അതായത് ഹോർമൂസ് കടക്കാൻ ഏത് കപ്പൽ എങ്ങനെ ശ്രമിച്ചാലും ഇതേ അനുഭവമാണ് ഇനി ഉണ്ടാവുക എന്നാണ് ഇറാൻ നൽകുന്ന സന്ദേശം. തങ്ങൾ ട്രംപിന്റെ ഏകപക്ഷീയമായ വെടിനിർത്തലിനെ അംഗീകരിക്കുന്നില്ല എന്നും ഇറാൻ കപ്പൽ പിടിച്ചെടുത്ത നടപടിയിലൂടെ ലോകത്തോട് പറയുന്നു. മാത്രമല്ല, തങ്ങളുടെ ചരക്ക് കപ്പലായ തൗസ്ക അമേരിക്കൻ നേവി പിടിച്ചെടുത്തതിലുള്ള പ്രതികാരം കൂടിയാണ് ഇറാന്റെ ഈ കപ്പൽ പിടിച്ചെടുത്തുള്ള നടപടി. കൂടാതെ ചൊവ്വാഴ്ച ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാൻ ബന്ധമുള്ള മറ്റൊരു വലിയ എണ്ണക്കപ്പൽ അമേരിക്കൻ സേന പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള അമേരിക്കൻ നടപടിക്ക് ഇറാൻ മറുപടി നൽകിയിരിക്കുകയാണ് ഹോർമൂസിൽ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അമേരിക്കയുടെ ഉപരോധത്തെ യുദ്ധമായിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ കണക്കാക്കുന്നത്. അത് നീക്കാതെ ഹോർമൂസ് തുറക്കില്ല, ഒരു ചർച്ചയിലും പങ്കെടുക്കില്ല എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഹോർമൂസ് ഉപരോധത്തെ ബലം പ്രയോഗിച്ചു മറികടക്കും എന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. ഇറാന്റെ ഈ ഹോർമൂസിനെ ബലം പ്രയോഗിച്ചു മറികടക്കും, അല്ലെങ്കിൽ തന്ത്രത്തിലൂടെ മറികടക്കും എന്ന പ്രഖ്യാപനത്തോട് ചേർത്ത് വായിക്കാവുന്ന ഒരു റിപ്പോർട്ട് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ അതിശക്തമായ നാവിക ഉപരോധം നിലനിൽക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ 27 എണ്ണക്കപ്പലുകൾ വിജയകരമായി കടന്നുപോയി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ചാണ് ഈ കപ്പലുകൾ ഹോർമൂസ് കടന്നുപോയത്. അതായത് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ നാവികസേനയുള്ള അമേരിക്കയ്ക്ക് ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ കഴിയുന്നില്ല എന്നത്
വലിയ പരാജയമായാണ് പത്രം റിപ്പോർട്ടിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉപരോധം കൊണ്ട് ഇറാന്റെ സാമ്പത്തിക സ്രോതസ് അടയ്ക്കാനുള്ള ട്രംപിന്റെ തന്ത്രത്തിന് തിരിച്ചടിയേറ്റെന്നും പത്രം രേഖകൾ സഹിതം പറയുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഇറാന്റെ എണ്ണ ഉൽപ്പാദനത്തിൽ വലിയ വർധനവുണ്ടായതായും റിപ്പോർട്ട് പറയുന്നു. പ്രതിദിനം ഏകദേശം 1.5 ദശലക്ഷം ബാരൽ എണ്ണ ഇറാൻ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കുമാണ്. അമേരിക്കൻ വിലക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നത് തുടരുകയുമാണ്. ഉപരോധം മറികടക്കാൻ സ്വകാര്യ കപ്പൽ കമ്പനികളെയും മറ്റും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഫിനാൻഷ്യൽ ടൈംസ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ കപ്പലുകൾ തിരിച്ചറിയാതിരിക്കാൻ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫാക്കിയും കടലിൽ വെച്ച് തന്നെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു, കടലിൽ വെച്ച് തന്നെ ചരക്കുകൾ കൈമാറിയും ആണ് ഇറാൻ ഈ കടത്തുകൾ, എണ്ണക്കടത്ത് നടത്തുന്നത്. അതായത് അമേരിക്കയുടെ ഉപരോധം കടലാസിൽ മാത്രമാണ് എന്നും വിജയകരമായി തന്നെ ഇറാൻ ഉപരോധത്തെ മറികടക്കുന്നുവെന്നും വൻതോതിൽ എണ്ണ വിറ്റ് ലാഭം കൊയ്യുന്നു എന്നുമാണ് ഫിനാൻഷ്യൽ ടൈംസ് രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് അവസാന നിമിഷമാണ് മലക്കം പറഞ്ഞത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെയും കരസേനാ മേധാവി ജനറൽ അസീം മുനീറിൻ്റെയും പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് താൻ വെടിനിർത്തൽ നീട്ടിയത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അപ്പോഴും ഇറാനെ പരിഹസിക്കാൻ ട്രംപ് മറന്നിട്ടില്ല. ഇറാന്റെ ഭരണകൂടം ഗുരുതരമായി ഭിന്നിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതിനാൽ യുദ്ധം തീർക്കാൻ ഇറാനിലെ ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു ഏകീകൃത നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സമയം വേണമെന്നും അത് നൽകാൻ വേണ്ടിയാണ് വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് താൻ നീട്ടുന്നത് എന്നുമാണ് ട്രംപിൻ്റെ ന്യായം. അല്ലാതെ പേടിച്ചിട്ടല്ല. വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും ഏത് നിമിഷവും ആക്രമണത്തിന് അമേരിക്കൻ സൈന്യം സജ്ജമാണ് എന്നും ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ട്രംപിൻ്റെ വെടിനിർത്തലിനോട് രൂക്ഷമായ രീതിയിലാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഈ നീക്കം വെടിനിർത്തലല്ല, മറിച്ച് വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്നാണ് ഇറാൻ നേതാക്കളുടെ പ്രധാന ആരോപണം. അമേരിക്കൻ നാവികസേനയുടെ ഹോർമൂസ് ഉപരോധം തുടരുന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആരോപിക്കുന്നു. തുറമുഖങ്ങളിലെ ഉപരോധം ബോംബാക്രമണത്തിന് തുല്യമാണെന്നും ഇതിന് സൈനികമായ മറുപടി നൽകുമെന്നാണ് അരാക്ചിയുടെ മുന്നറിയിപ്പ്. ആ സൈനികമായ മറുപടിയുടെ ഒരു ഘട്ടമാണ് കപ്പൽ പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാൻ നടത്തുന്നത്. ട്രംപിൻ്റെ വെടിനിർത്തൽ നീട്ടൽ പ്രഖ്യാപനം അർത്ഥശൂന്യമാണ് എന്നാണ് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കറുടെ മുതിർന്ന ഉപദേശകൻ മെഹ്ദി മൊഹമ്മദി പറയുന്നത്. പരാജയപ്പെട്ട പക്ഷത്തിന് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ട്രംപിനെ പരിഹസിക്കുന്നു. അതായത് ട്രംപ് അനിശ്ചിതകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടിയത് തീർത്തും സംശയത്തോടെ തന്നെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ പിന്നോട്ടില്ല എന്നും ഇറാൻ നേതാക്കൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. അപ്രതീക്ഷിതമായ സൈനിക നീക്കത്തിന് സമയം കണ്ടെത്താനുള്ള അമേരിക്കയുടെ തന്ത്രമാണ് ഈ വെടിനിർത്തൽ നീട്ടൽ പ്രഖ്യാപനം എന്നാണ് ഇറാൻ കരുതുന്നത്, ഇറാൻ്റെ വിപ്ലവസേന കരുതുന്നത്. ഇറാന്റെ പോരാട്ട വീര്യം മനസ്സിലാക്കിയ അമേരിക്ക തോൽവി മുന്നിൽ കണ്ട് നിർബന്ധിതമായ ഒത്തുതീർപ്പിനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ സ്റ്റേറ്റ് TV ട്രംപിൻ്റെ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധക്കളത്തിൽ ഇറാൻ വിജയിച്ചു കഴിഞ്ഞു എന്നും അല്ലെങ്കിൽ വിജയിച്ചു എന്നുമാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൻ്റേത് ഒളിച്ചോട്ടമാണെന്നും ഇറാൻ മാധ്യമങ്ങൾ തുറന്നടിക്കുന്നു. കപ്പൽ പിടിച്ചെടുത്തും മറ്റും ഇറാൻ കടുത്ത നിലപാടിലേക്ക് മാറിയതോടെ സമാധാന ചർച്ചകൾ നിലവിൽ അതീവ സങ്കീർണമായ അനിശ്ചിതാവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. സത്യത്തിൽ വെടിനിർത്തൽ കാലാവധിയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വാവിട്ട വാക്കുകളും ബഹുമാനമില്ലാത്ത നടപടികളുമാണ് സമാധാന ചർച്ചകളെ സങ്കീർണമാക്കിയത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങളാണ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. മാത്രമല്ല, ഇറാൻ ഹോർമൂസ് തുറന്നിട്ടും ട്രംപ് ഹോർമൂസ് ഉപരോധം പിൻവലിക്കാത്തത് ഇറാനെ പ്രകോപിപ്പിച്ചു. ഇതിനിടയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒപ്പം തൗസ്ക കപ്പൽ പിടിച്ചെടുത്ത നടപടിയും കൂടിയായതോടെ ഇറാൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതകാല വെടിനിർത്തൽ അംഗീകരിക്കാൻ ഇറാൻ ഇപ്പോഴും തയ്യാറാകാത്തത്. അതുമാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇറാൻ തുടരുന്നത്. എന്നാൽ ഉപരോധം നീക്കാൻ ഉദ്ദേശമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഏകീകൃത നിലപാടിലേക്ക് എത്താൻ സമയപരിധി നിശ്ചയിക്കാൻ ട്രംപ് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അനിശ്ചിതകാലത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നത്, പക്ഷേ ഇറാൻ നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു സമയപരിധി വയ്ക്കാൻ ട്രംപ് ഒരുങ്ങുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ ഹോർമൂസിലെ പുതിയ നീക്കം, അതിന് തിരിച്ചടിയായി വെടിനിർത്തൽ പിൻവലിക്കാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ സമ്മർദ്ദമുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. എന്തായാലും ഇറാൻ്റെ പുതിയ നീക്കങ്ങൾ ട്രംപിന് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ട്രംപിൻ്റെ വെടിനിർത്തലിന് പുല്ലുവിലയാണ് ഇറാൻ നൽകുന്നത്. മാത്രമല്ല, ഇറാൻ വിജയം ആഘോഷിക്കുകയും ചെയ്യുകയാണ്.
ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാനും ഖത്തറും കഠിനമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇരുവിഭാഗവും തങ്ങളുടെ ഉപാധികളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുകയാണ് എന്ന് തന്നെ പറയാം. നിലവിൽ സമാധാന ചർച്ചയ്ക്ക് ഒരു സ്കോപ്പും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്താകും കാര്യങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ്. ഓരോ നിമിഷവും കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സീരീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.